ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാബിൽ ഇന്ന് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാബിയിലെ ഒരു ഫെറിയിലാണ്. ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാബിയിൽ നിന്നും ഫിഫിയിലേക്കോട്ടെ പോകുന്നത്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ ഫിഫി പോയിട്ട് ഒരു ദിവസത്തിൽ മടങ്ങുമല്ല, ഇത് വൺ ഡേ ട്രിപ്പല്ല. നമ്മൾ ഫിഫി പോയി സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. ഫിഫി സെപ്പറേറ്റായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ ഫിഫിയിലെ കാഴ്ചകളും മറ്റു കാര്യങ്ങളും ഞങ്ങൾ വേറൊരു വീഡിയോയിൽ കാണിക്കും. പക്ഷേ ഈ വീഡിയോയിൽ ഞങ്ങൾ ക്രാബിയിൽ നിന്നും ഫിഫിയിലേക്ക് പോകാം. ആ വീഡിയോ ആണ് ഇതിൽ വ്ളോഗിൽ ഞങ്ങൾ ഇടുന്നത്. എന്നാൽ പിന്നെ നേരങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക്. ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫൂക്കേത്തിൽ നിന്നും അല്ല, നിങ്ങൾക്ക് ക്രാബിയിൽ നിന്നും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫിഫിയിലേക്കോട്ട് ഫെറി ബുക്ക് ചെയ്യാം. അതിന് ബുക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ തരാം. നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് സമയവും ഡേറ്റും ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ടാക്സി, അതായത് ഹോട്ടലിൽ നിന്ന് തന്നെ നിങ്ങളെ വന്ന് പിക്ക് ചെയ്യും. ഒരാൾക്ക് 450 ബാട്ടാണ്. അപ്പം ഏകദേശം ഒരു 980 റുപ്പീസോളം വരും. അപ്പം ഇവർ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങളെ ഈ ഫെറിയിലാക്കും. എന്നിട്ട് ഈ ഫെറി ഫിഫിയിൽ പോകും. നമ്മളിപ്പോൾ ഓൺലൈനിൽ നോക്കിയിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് തോന്നിയത് ഹോട്ടലിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാനായിരുന്നു. നമ്മുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അത് ആക്ച്വലി ഉണ്ടായിരുന്നു. അപ്പം രണ്ട് പ്രൈസും കമ്പയർ ചെയ്യുമ്പം ക്ലൂക്ക് വഴിയായിരുന്നു കുറച്ചും കൂടെ പ്രൈസ് കുറവുണ്ടായിരുന്നു. കാരണം ഇവിടെ 500 ആയിരുന്നു അവർ പറഞ്ഞത് ഹോട്ടലിൽ. ക്ലൂക്ക് അല്ല, ഈ 123 ഗോ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ്. ക്ലൂക്കല്ല. ഓക്കെ, അപ്പം ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ പിന്നെ നമ്മൾ പേയ്മെൻറ്റിന് പോയ നേരത്ത് 4 പേരില്ല ഒന്ന് കുറച്ച് തരാമെന്ന് വെച്ചപ്പോൾ അവർ 450 തരുകയും ചെയ്തു. നല്ലൊരു ബാർഗെയിൻ ആയിരുന്നു. 450 ആകുമ്പം നമുക്ക് ഓൾമോസ്റ്റ് 200 ബാട്ട് വെച്ച് സേവ് ആയിട്ടുണ്ട്. ബാക്കി എല്ലായിടത്ത് ചിലവാകുന്നുണ്ട്, പക്ഷേ 200 ബാട്ട് ഇവിടെ സേവ് ആയി. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം, ഓൺലൈനിൽ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ചോദിക്കുക അവർ ഫെറി അറേഞ്ച് ചെയ്യുമോയെന്ന്. പക്ഷേ 500 ബാട്ടിൻ്റെ മണ്ടയ്ക്ക് പോകാൻ പാടില്ല. 500 ബാട്ടിൻ്റെ മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്. പിന്നെ ഈ ഫെറി എന്ന് വെച്ചാൽ 2 മണിക്കൂറത്തെ ഫെറിയാണ്. ഇവർ 9:30 വിടും, 11:30 ആകുമ്പോൾ നമ്മൾ ഫിഫിയിലെത്തും. അതാണ് സ്കെഡ്യൂൾ അവരുടെ. ഇത് നല്ല ഫെറിയാണ്. ഞാൻ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം വിഷ്വൽസൊക്കെ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പം വരുന്നുണ്ട്. 3-4 ഡെക്കുണ്ട്, പിന്നെ വെള്ളവും ടോയ്ലറ്റും എല്ലാം ഉണ്ട്. ഭയങ്കര വലിയ ഷിപ്പാണ് കേട്ടോ. ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഫെറി ഷിപ്പ് പോട്ട് ഭയങ്കര വലിയൊരു ഷിപ്പാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ റെയിൽവേ ബീച്ചിലാണ്. നമ്മുടെ ഫെറി റെയിൽവേ ബീച്ചിൻ്റെ ഇച്ചിരി ഷോറിൽ നിർത്തിയിട്ടുണ്ട്, ഇച്ചിരി ദൂരത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ബീച്ചിലെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഈ ഫെറിക്കകത്ത് കയറി അവരും ഫിഫിയിലേക്കോട്ട് പോകുന്നുണ്ട്. അപ്പം അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ ഈ ലോങ് ടെയിൽ ബോട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് കയറ്റിയിട്ട് നമ്മൾ ഈ ഫെറിക്കകത്ത് അവരെയും കൂടി കയറ്റുന്നുണ്ട്. അപ്പം ലോങ് ടെയിൽ ബോട്ടിനകത്താണ് ഇവർ മൊത്തം ഈ ലഗേജും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇവരെ ഈ ഫെറിക്കകത്തോട്ട് കയറ്റുന്നത്. നമ്മളിപ്പം കാഴ്ച കണ്ട് വിസ്മയിച്ചിരുന്നു പോയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നു, ഇവർ ഫെറിക്കകത്തൊക്കെ കയറ്റുന്നു. നല്ലൊരു സീനാണ് കാണാനൊക്കെ. ഓരോരോ ഫെറി വരുന്നതും ഈ ഓരോരോ ലോങ് ടെയിൽ ബോട്ട് വരുന്നതും ആൾക്കാർ കയറ്റുന്നതും നല്ല ഹെവി ബാഗ്സാണ്. ഈ ബാഗിനെയൊക്കെ എടുത്ത് ഈ ലോങ് ടെയിൽ ബോട്ടിൽ നിന്ന് എടുത്ത് എറിയുക അവർ. അല്ലാതെ വഴിയില്ല. നമ്മുടെയൊക്കെ പെട്ടി നമുക്ക് നോർമലായിട്ട് കൊണ്ടുപോയിരുന്നു, പിയർ ഉണ്ടായതുകൊണ്ട്. പക്ഷേ ഇത് വേറെ വഴിയൊന്നുമില്ല.
അതിലേ കൂടെ അല്ലേ നമ്മൾ ഇന്നലെ നടന്നത്? അതെ, ആ സ്റ്റെപ്സ് അത് തന്നെ. നമ്മള് എന്താ പറയുന്നത്, ആ ട്രാക്ടർ വന്നിട്ട് പോകുന്നത്. ട്രാക്ടർ അവിടെ കറങ്ങുന്നത്. ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി. ഇപ്പം നമ്മുടെ ബാഗ് പുള്ളിക്കാരൻ ആ കാട്ടിനകത്തിട്ടുണ്ട് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിയറിൽ നിന്ന് ഏകദേശം നമ്മുടെ റൂം ഒരു മേ ബി ഒരു 5 minutes വാക്ക് ആയിരിക്കും, അത്രേ ഉള്ളൂ. പിയറിനടുത്ത് തന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. നല്ല ഡീൽ കിട്ടി. ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും റൂം ടൂറും ഒക്കെ ഉടനെ വരും. ഞങ്ങൾ കണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ചാനലിനകത്ത് കുറേ പേര് കാണാറുണ്ട് വീഡിയോ, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പം വീഡിയോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മളിവിടെ 11:11 എത്തി. ഇപ്പം 12:15 12:30 ചെക്കിൻ ആവുന്നു. നമുക്ക് ഇനിയും ഇന്നത്തെ ഹാഫ് ഡേ, നാളത്തെ ഫുൾ ഡേ, പിന്നെ മറ്റന്നാളത്തെ ഒരിച്ചിരി സമയം കൂടെ ഉണ്ട്. നമ്മളൊരു ടോട്ടൽ 2 ദിവസത്തിലേക്കാണ് ഉള്ളത്. അപ്പം ഇന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ എന്നാലും ഒരു റിലാക്സ് ചിൽഡ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഫിഫിയിൽ ഇപ്പം ഐലൻഡ് ഹോപ്പിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യമേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ മാത്രം നമ്മൾ നോക്കുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു വൈബാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഞങ്ങൾക്കപ്പം ഇവിടെ ബാനിയൻ വില്ല ഫിഫിയിൽ റൂം കിട്ടി. റൂം ടൂർ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് റൂം 306. അപ്പം കയറുമ്പോഴേ നമുക്ക് ആദ്യം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർഡ്രോബാണ് കിട്ടുന്നൊരു വാർഡ്രോബാണ്. വാർഡ്രോബിൽ അംബ്രേലയുണ്ട്, സോറി സേഫ് ഉണ്ട്, എക്സ്ട്രാ പില്ലോയും, പിന്നെ ഇച്ചിരി ഹാങ്കേഴ്സ് ഉണ്ട്. പിന്നെ നേരെ റൈറ്റിലോട്ട് പോകുമ്പോൾ നമുക്കൊരു വാഷ്റൂം കിട്ടും. അത്യാവശ്യം നല്ല ഡീസൻറ്റ് സൈസ് ഒരു വാഷ്റൂമാണ്. ടിഷ്യൂ, ടോയ്ലറ്റ് പേപ്പറും ടവലും സോപ്പും ഒക്കെ തന്നിട്ടുണ്ട് അവർ. പിന്നെ ഇച്ചിരി കൂടി മുന്നോട്ട് വരുമ്പം വലിയൊരു ഗ്ലാസ് ഉണ്ട്, മിററുണ്ട്. പിന്നെ ലഗേജ് വെക്കാനുള്ളൊരു ടേബിളുണ്ട്. പിന്നെ അവർ നമുക്കൊരു ഡ്രയർ തന്നിട്ടുണ്ട്. പിന്നെ ടീച്ചിങ് ഓഫ് ബുദ്ധ ആൻഡ് ബൈബിളിൻ്റെ ഒരു കോപ്പിയുണ്ട്. പിന്നെ അവർ നമുക്ക് ജസ്റ്റ് ഒരു നോട്ട് പാഡ് മാതിരി എഴുതാനോ എന്തെങ്കിലും വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ടിഷ്യൂ, TV ഉണ്ട്, ഫ്രിഡ്ജിനകത്ത് 2 കുപ്പി വെള്ളം, ഒരു ടേബിളുണ്ട്, ഇച്ചിരി സോഫ ഉണ്ട്, ഒരു ലോഞ്ച് ചെയ്യാൻ സോഫ ഉണ്ട്. പിന്നെ ചായയും പിന്നെ വാട്ടർ ഹീറ്ററും ഉണ്ട്, വെള്ളം ചൂടാക്കുന്നത്, കുടിക്കുന്ന വെള്ളം ചൂടാക്കുന്നത്, ചായയൊക്കെ ഉണ്ടാക്കാൻ സംഭവമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ക്വീൻ സൈസ് ബെഡുണ്ട്. പിന്നെ 2 സൈഡിലും ലാമ്പ് ഷെയ്ഡ്സും ഫോണും പിന്നെ ഇച്ചിരി ടേബിൾ സ്പേസ് ഉണ്ട്.
എനിക്കൊന്ന് ഇവിടുത്തെ അടിപൊളി സ്ഥലം അല്ലെങ്കിൽ ഇവിടുത്തെ ബെസ്റ്റ് കാണാൻ പറ്റിയതെന്ന് വെച്ചാൽ ഇവിടെ ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ വ്യൂ നേരെ നമ്മൾ കാണുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കോട്ടാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാനിയൻ വില്ലേജിൻ്റെ റൂം ടൂർ. റിസോർട്ട് ടൂർ ഉടനെ വരുന്നതായിരിക്കും, അത് അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ക്രാബിയിൽ നിന്നും ഫീഫി വരെ എങ്ങനെ വരാം, എങ്ങനെയായിരുന്നു ജേർണി, അതിന് ഫുൾ ഡീറ്റെയിൽസാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തായ്ലൻഡ് വന്നപ്പം ഫീഫിയിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരു വൺ ഡേ ടൂറിന് വരത്തില്ല, അത്രേ വന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഫീഫി ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴാണ് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു പ്ലാൻ ആക്കിയിട്ട് തന്നെ വന്നതാണ് ഇപ്രാവശ്യം. അങ്ങനെ നമ്മളിപ്പം ഇന്ന് ഇപ്പം ഹാഫ് ഡേ ആയി, നാളെ ഫുൾ ഡേയും മറ്റന്നാൾ ഹാഫ് ഡേ വരെ അല്ലേ, അത്രയും നമ്മൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്ന് ഒക്കെ കേട്ടിട്ടുണ്ട്. നോക്കട്ടെ എന്തൊക്കെയാ ഉള്ളത്, അതൊക്കെ അടുത്ത വീഡിയോയിൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ തായ്ലൻഡ് വീഡിയോ സീരീസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.